ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേശാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട്. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളെടുത്ത് കേട്ടോ. ഒത്തിരിയേറെ സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സാണ്, ഒരുപാട് സ്നേഹം തുളുമ്പുന്നതായിട്ടാണ് കാണുന്നത്. എത്രയൊക്കെ അടക്കി പിടിച്ച് ഈ സമയത്ത് അവർ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്നാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട്. എന്തായാലും ഇതൊരു നോ കോണ്ടാക്റ്റ് ആണെന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, അതായത് എല്ലാം അടക്കി പിടിക്കുന്ന ഒരവസ്ഥ ഈ സമയത്തൊന്നും. പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആളുടെ സ്നേഹം, അത് എന്താ പറയുക, അത്രത്തോളം ആൾക്ക് ഇങ്ങനെ അടക്കാൻ പറ്റുന്നില്ല, മനസ്സിലിങ്ങനെ അടക്കി പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് അവർ. അതേപോലെ കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്, ഈ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതായത് നിങ്ങളുമൊത്ത് ഒരു ലൈഫ് മുന്നോട്ട് നല്ലൊരു, ഈ വ്യക്തി ഒരുപാട് സ്വപ്നം ഉണ്ട് ഇവരുടെ, നിങ്ങളുടെ ഈ കണക്ഷനിൽ നിങ്ങളുടെ വ്യക്തിക്കും ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ഈ വ്യക്തി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. അവരുടെ സ്നേഹം ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹം തന്നെയാണ്. കാരണം ഇതൊരു സാധാരണ ഒരു റിലേഷൻഷിപ്പിലൊരു കാണുന്നില്ലേ, സാധാരണ ഒരു ടൈം പാസിനൊക്കെ വേണ്ടി സ്നേഹിക്കുന്നവരില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷനല്ല ഇത്. കാരണം ഇവർ മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നിങ്ങളെ സ്വന്തമാക്കണം. നിങ്ങളുമൊത്ത് വലിയൊരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ വെച്ച് തന്നെ അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ സ്വപ്നങ്ങളുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ഇത്. അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പ് ലെവലിലായിരിക്കണം ഈ കണക്ഷൻ പോയിരുന്നത്. അപ്പോൾ നിങ്ങൾ പരസ്പരം ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ള ഒരു കണക്ഷനായിരുന്നു. ഒത്തിരിയേറെ മുന്നോട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ പോലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അതൊക്കെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ആലോചന എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ആ ഒരു ചിന്തയിലാണ് ആളുള്ളത്. അതുപോലെ കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് സാധാരണ എന്ന് പറയുന്നത്, സാധാരണ നിങ്ങളുടെ കണക്ഷനിലെല്ലാം സാധാരണ ആൾക്കാരില്ലേ, ഒരു
കൂടുതലും എന്താ പറയുക, നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഒരു പാരൻസിനെ പോലല്ലേ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തി. കാരണം അതുപോലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഒരു സാധാരണ ഒരു സ്നേഹബന്ധം എല്ലാം ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒത്തിരിയേറെ നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും ശ്രദ്ധ ഉള്ളത് നിങ്ങളടുത്താണ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, അങ്ങനെ പല പല ചിന്തകളായ ആൾക്കുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങളിപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്ലാൻ എന്താണ്, ഇതൊക്കെയാണ് ആളുടെ ചിന്ത. ഭയങ്കര ശ്രദ്ധയാണ്. അപ്പോൾ എവിടെയാണ്, ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും മനസ്സുള്ളത് നിങ്ങളടുത്താണെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരുപാട് ഒരു ഭയങ്കരമായിട്ടൊരു പ്രോബ്ലംസ് വന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. ഇപ്പോഴത്തെ അവരുടെ എനർജിയിൽ ഇപ്പോൾ അവർ റീബർത്ത്, അതായത് ഒരു ചേഞ്ച് ആയിട്ടുണ്ട് അവർ. പക്ഷേ ഈ ഒരു കണക്ഷനിൽ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചേഞ്ച് ആയതിനു ശേഷം ആളിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട രീതിയിൽ ആലോചിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു റീബർത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ കണക്ഷൻ. അപ്പോൾ നല്ല രീതിയിൽ ഇത് പെയിൻ അനുഭവിച്ച ഒരു കണക്ഷനാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് ഒരുപാട് തടസ്സങ്ങളും, ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഈ ഒരു കണക്ഷനിൽ വേദനാജനകമായൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 10 of Wands-ൻ്റെ അവസ്ഥയാണ്. അതായത് ഒരു എനർജിയാണ്. അതായത് നിങ്ങളില്ലാത്തത് ആൾക്കൊരു ഭാരം പോലെ, ഒരു ഒറ്റപ്പെടൽ, ഒരു ഭാരം പോലെ നിങ്ങൾ വല്ലാതെ ഈ സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആൾക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ, നിങ്ങളുടെ എനർജി അവർക്ക് കിട്ടാതിരിക്കുന്ന സമയത്താണ് കൂടുതൽ കേട്ടോ. നിങ്ങളുടെ എനർജി കിട്ടുമ്പോൾ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ സമയത്ത് വലിയൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നുണ്ടാവും. ഈ സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും, നിങ്ങളുടെ ജോലിയിലും അങ്ങനെയൊക്കെ ആയിട്ട്, നിങ്ങളുടെ ഫാമിലിക്കോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഭാരം പോലെ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. ആ എനർജി കിട്ടുന്നില്ല. നിങ്ങളുടെ എനർജി കിട്ടുന്ന സമയത്തല്ല ആൾക്കൊരു, ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കൊരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 8 of Wands-ൻ്റെ എനർജിയാണ്. ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്കിപ്പം എന്തു പറയാമെന്ന് വെച്ചാൽ, അവരുടെ സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ പുറത്ത് എടുക്കാനുള്ള ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തികൾ. എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിടുന്ന് നിങ്ങളിലേക്ക് എത്തണം, ആ ഒരു ചിന്തയിലാണ് ആളുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഈ ഒരു കണക്ഷൻ ഒരു ബാലൻസിലേക്ക് വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒത്തിരി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇതിലൊരു ബാലൻസ് വേണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മാറ്റം വരണം, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം, മുന്നോട്ട് നല്ലൊരു ആ പഴയ നിങ്ങളെ അവർക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ 8 of Swords-ൻ്റെ എനർജിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം 8 of Wands-ഉം 8 of Swords-ൻ്റെ എനർജിയാണ്. പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനുള്ള എനർജിയാണ്. അപ്പോഴേക്കും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ, അവരൊരു കെട്ടിയിട്ടൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. എന്തൊക്കെയോ ഒരു സാഹചര്യത്തിലാൾ പെട്ടുപോയൊരവസ്ഥ. കാരണം മനസ്സ് കണ്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോഴും അവർക്ക് എന്തോ ഒരു സാഹചര്യത്തിലാണ് പെട്ടുപോയൊരവസ്ഥ, അതാണ് കാണുന്നത്. ഇവിടെ ഹാങ്ഡ് മാൻ എനർജിയും അതെ, ആളൊരു സ്റ്റെക്കാണ്. ഇപ്പോഴും ആ ഒരു സ്റ്റെക്കാണ് പക്ഷെ മനസ്സൊക്കെ ഉള്ളത് നിങ്ങളുടെ തന്നെയാണ് കേട്ടോ. സ്റ്റെക്കാണ്, ആളുടെ സിറ്റുവേഷനിൽ സ്റ്റെക്കാണ്. ചിലപ്പം
ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആളുടെ ചുറ്റിലും എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ആൾ സ്റ്റക്ക് ആവുന്നത്. ഇനി നിങ്ങളിലേക്ക് വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, മുന്നോട്ട് നിങ്ങളിലേക്ക് വരാനാണ് ആളുടെ താല്പര്യം മൊത്തം. പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ ആ വ്യക്തിക്കൊരു ആളൊരു ആ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ആൾക്കൊരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ഈ വ്യക്തി ഇപ്പോഴത്തെ എങ്ങനെയായാലും ശരി കേട്ടോ, അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളെ വിടുന്ന പ്രശ്നമല്ല. കാരണം അവർ ഏതവസ്ഥയിലാണോ ഉള്ളത്, അതിലെത്ര കഷ്ടപ്പെട്ടാലും ശരി അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാനത്ത് വേറൊരാളെ കാണാനും അവർക്ക് സാധിക്കില്ല എന്നാണ് കാണുന്നത്. അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. എത്രമാത്രം അവരിനി ബുദ്ധിമുട്ട് അനുഭവിച്ചാലും സാരമില്ല, അവർക്ക് നിങ്ങളെ നേടിയെടുക്കണം. അതിനുവേണ്ടി അവർ എന്താ പറയുക, അതിനുവേണ്ടി അവർക്ക് എത്ര ബുദ്ധിമുട്ട് അവർ സഹിക്കാനും തയ്യാറാണ്. അതാണ് കിങ് ഓഫ് കപ്സ്. അത്രത്തോളം സ്നേഹമാണ് നിങ്ങളെടുത്ത്, അത്രത്തോളം ഫീലിങ്സാണ് അവർക്ക് നിങ്ങളെടുത്ത്. അതുകൊണ്ട് തന്നെ എത്ര ഭാരം ചുമക്കാനും അവർ ഇപ്പോൾ തയ്യാറാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഏസ് ഓഫ് വാൺസ്. ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഈ കണക്ഷനിൽ, ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അങ്ങനെ പെട്ടെന്ന് എല്ലാം ശരിയായി കിട്ടുന്ന ഒരു കണക്ഷനല്ല, എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന കണക്ഷനല്ല എന്നുള്ളത് മനസ്സിലായി. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലോട്ട് ഈ ഒരു കണക്ഷൻ എത്തണമെങ്കിൽ ഒരുപാട് കടക്കേണ്ടി വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ വ്യക്തിക്കും അതറിയാം, അങ്ങനെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താമെന്ന് വെച്ചാൽ, നിങ്ങൾ മൊത്തം മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അത് എളുപ്പമല്ല എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾസ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി അതിനായിട്ട് തന്ത്രപരമായിട്ട് വഴികൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. കാരണം നിങ്ങളിലേക്ക് എത്താനും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾ പുറത്ത് കിടക്കാനും അതിനായിട്ട് ഒരു വഴികൾ തേടുന്ന, അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ആൾ ചിന്തിക്കുന്ന, മുന്നോട്ട് പോകാൻ, അതായത് ബുദ്ധിപരമായിട്ട് ആൾക്ക് കൈകാര്യം ചെയ്യാനാണ് ആൾ തീരുമാനിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് കപ്സ് അത്രത്തോളം കണ്ടോ, അതായത് നിങ്ങൾക്ക് കാണുന്നില്ലേ 2 കപ്പും, അതായത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഇതിൽ പരം കാരണം അത്രത്തോളം നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത്. ഈ ഒരു വ്യക്തി ജെന്യൂനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഇതൊരു ടവർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു തകർച്ച വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, മറ്റു വ്യക്തികൾ ചിലപ്പോൾ ഇടപെട്ടതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ കൊണ്ട്. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഈ ഒരു കണക്ഷൻ, ഇങ്ങനെ ഈ ഒരു തകർച്ച നിങ്ങൾക്കിടയിൽ വരുമെന്ന് ഈ വ്യക്തിയും വിചാരിച്ചിട്ടില്ല, നിങ്ങളും വിചാരിച്ചിട്ടില്ല. ആ സമയത്തായിരിക്കണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനൊരു നോ കോണ്ടാക്റ്റിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ നടന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കലും വിചാരിക്കാതെയാണ് ഇതിങ്ങനെ സംഭവിച്ചത്, ഈ ഒരു കണക്ഷൻ. അതാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് അത്രത്തോളം സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട്. ഒരിക്കലും നിങ്ങളെ ആ വ്യക്തി എന്ന് വെച്ചാൽ മറ്റാർക്കും പകരം വെക്കാനാവില്ല. ഇനി ആൾക്കാരുണ്ടെങ്കിൽ ശരി, ആ വ്യക്തിയുടെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾക്കും ആ വ്യക്തിക്ക് സ്ഥാനം കൊടുക്കാനാവില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്ഥാനം മറ്റാർക്കും ആ വ്യക്തിക്ക് കൊടുക്കാനാവില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നു. അത് തന്നെയാണ് ഇതേ കാർഡ്സ് തന്നെയാണ്, നോക്ക് കണ്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. സ്നേഹം ഇപ്പോൾ ഇങ്ങനെ എന്താ പറയാം, തുളുമ്പി കണ്ടോ, അത് പുറത്തോട്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം സ്നേഹം, ഫീലിങ്സും ഒക്കെ ഉണ്ട്. ഇപ്പം നേടിയെടുക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ആത്മാർത്ഥത നിറഞ്ഞതാണ് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം. അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്തു നോക്കാം. ബ്ലൂ കളർ, ലെറ്റർ കെ ആണ്, ഉത്രം നക്ഷത്രം, ഫെബ്രുവരി. ബ്ലൂ ബട്ടർഫ്ലൈസ് ഈ സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം. കൊല്ലം
ബ്ലാക്ക് കളർ. രോഹിണി നക്ഷത്രം, പത്തനംതിട്ട, ജനുവരി മാസം. അശ്വതി, ഉത്രാടം. ബ്യൂട്ടീഷ്യൻ, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. എറണാകുളം, പർപ്പിൾ കളർ. മകം നക്ഷത്രം, മാർച്ച് മാസം. പൂയം, സെപ്റ്റംബർ. ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ സി ആണ്. മിറാക്കിൾസ് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ലെറ്റർ ഇ ആണ്. ലോങ് ഹെയർ. എക്സ് ആണ്. റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും. പൂരം നക്ഷത്രം, കണ്ണൂർ. ലെറ്റർ വി ആണ്. ഉത്രട്ടാതി. ലെറ്റർ ഒ. ലെറ്റർ എസ് ആണ്. 17, 33, 45, 47, 18, 50. സോഷ്യൽ വർക്കർ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്